ഇല്ല. ഇല്ലെങ്കിൽ വേണ്ട. എത്ര ദിവസമായി അമ്മ? ഇന്ന് എന്താ രാവിലെ കഞ്ഞിയും ചമ്മന്തി ആയിരുന്നല്ലോ. പാവങ്ങളുടെ വീട്ടിലെ ചിലപ്പോൾ കഞ്ഞി ചമ്മന്തി ഒക്കെ ഉണ്ടാവുള്ളൂ. വല്ലപ്പോഴൊക്കെ മീൻ ഇതുപോലെ വാങ്ങിയിട്ട് വറുത്ത് തരാം. അതുവരെ മിണ്ടണ്ട, കിട്ടുന്നത് കഴിക്കുക. എത്ര ദിവസമായി അമ്മ വീട്ടിൽ മീൻ വാങ്ങിച്ചിട്ട്? ആ മീൻ വാങ്ങിയ പോരല്ലോ, ഇതിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് എണ്ണ ഒക്കെ വേണ്ടേ? എണ്ണയ്ക്ക് വില എന്താ? കടയിലൊന്ന് പോയി നോക്ക്. അമ്മ കുറേ ദിവസങ്ങൾക്ക് ശേഷമല്ലേ മീൻ വാങ്ങിച്ചത്. മീൻ വറക്കുവോ? മീൻ വറുക്കാൻ എണ്ണല്ലേ, അപ്പം എന്ത് ചെയ്യാ? അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചോദിച്ചാലോ? അത് വേണ്ട, പിന്നെ കൊടുക്കണ്ടേ? അമ്മ പ്ലീസ് കുറച്ച് മീൻ വറുത്ത് തരുമോ? കുറച്ച് മുളക് പൊടി ഉണ്ട്, കുറച്ച് മഞ്ഞപ്പൊടി ഉണ്ട്, ഉപ്പുണ്ട്. അത് ഇട്ടിട്ട് ഞാൻ ചാറ് വെക്കും. ആ ചാറ് കൂട്ടിയാണ് കഴിക്കുക. അതെന്നെ. അമ്മ അപ്പുറത്ത് ചേച്ചിയില്ലേ, അശ്വിനിയുടെ വീട്ടിൽ നിന്ന് നമുക്ക് ഇച്ചിരി എണ്ണ വാങ്ങിച്ചാലോ? അവരാകുമ്പോൾ നമ്മളൊന്നും പറയൊന്നുമില്ല, നമുക്ക് തരും ചെയ്യും. തരും, നമുക്ക് പിന്നെയും കൊടുക്കാലോ. കൊടുക്കാൻ കിട്ടിയാൽ കൊടുക്കാം, പക്ഷെ അവർക്ക് ആവശ്യം വരില്ലേ? അപ്പോൾ നീ ചോദിച്ചു നോക്ക്, ഒരു അര ഗ്ലാസ് എണ്ണ തരുമെന്ന്. അല്ലെങ്കിൽ അപ്പം ഇതില്ല, മഞ്ഞപ്പൊടി കുറവാ, അപ്പം എന്ത് ചെയ്യും? എന്നൊരു കാര്യം ചെയ്യാം, മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണയും വാങ്ങിക്കാം. എന്നിട്ട് നമുക്ക് പൈസ കിട്ടുമ്പോഴത്തേക്ക് വാങ്ങിച്ചവർക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നീ ചോദിച്ചു നോക്ക്, കിട്ടുകയാണെങ്കിൽ ഞാൻ വറുത്തരാം. ഇല്ലെങ്കിൽ അപ്പം എന്നാ കുറച്ച് മീൻ മാറ്റി വെക്കിട്ടോ വറക്കാൻ. ചേച്ചി ചേച്ചി എന്താ കൊച്ചേ? ചേച്ചി കുറച്ച് വെളിച്ചെണ്ണയും മഞ്ഞപ്പൊടിയും തരുമോ? അര ഗ്ലാസ് എണ്ണ മതി. ആ തരാം. എന്നാ ഞാൻ പോവാട്ടോ. ആ ശരി ശരി. ഓ, ഈ ശല്യം എന്നും ഇങ്ങനെയാണ്. എന്തെങ്കിലും വാങ്ങിയാൽ അതിലേക്ക് ഉപ്പുണ്ടാവില്ല, മുളകുണ്ടാവില്ല, മഞ്ഞപ്പൊടി ഉണ്ടാവില്ല. ഇന്നും വരും.